എന്താ കുറുപ്പേ, ഇനിയും കാണുന്നില്ലല്ലോ? പിള്ളച്ചേട്ടൻ വിഷമിക്കാതിരി. പയ്യൻ ആപ്പഴൊപ്പ കേസൊന്നുമല്ലല്ലോ, IAS കാരനല്ലേ. പഞ്ചാബിന്ന് വിമാനത്തിലല്ലേ വരുന്നത്? പറന്ന് പറന്ന് വരികയല്ലേ, ചിറക് മുറിഞ്ഞ പോലെ ഹിമാലയത്തിലും വീണ് കാണും. അതാ കാണാത്തത്. അമ്മാവനൊക്കെ ടെൻഷൻ ആവണ്ട, ഫ്ലൈറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. പയ്യൻ IAS കാരനല്ലേ, സ്വന്തമായിട്ടൊരു പ്ലെയിൻ മേടിച്ച് വന്നൂടെ? പിന്നൊരു കാര്യം, പയ്യൻ ഭയങ്കര തിരക്കുള്ള ആളാ, കളക്ടറാ. ഇപ്പൊ തന്നെ പിള്ളച്ചേട്ടന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണല്ലോ അളിയന്റെ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കേണ്ടത് അവിടെ വെച്ചല്ലേ? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലേ? ഇതും സ്വന്തം വീട് പോലല്ലേ അളിയാ? അതൊക്കെ ശരി, ആളിവിടെ എത്തണ്ടേ? എന്റെ സംശയം വഴി തെറ്റി ഇനി വേറെ വല്ലയിടത്തും പോയി കാണുമെന്ന. വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്റർ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. അതെ. വരൂ വരൂ. അതേ, ഇവിടെ ഇരിക്കും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതൻ പിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ, ഞാൻ കസ്റ്റംസിലായിരുന്നു. അയ്യോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ, ശ്രീകുമാർ. ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണെന്ന്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ രാവണി, കുട്ടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കോതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിയിലല്ലേ? അല്ല. അല്ല, എനിക്കറിയില്ല. ചെല്ലുമോളെ, ഓണത് കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ. അയ്യേ, ഇവരുടെ ഒരു നാണം. വീട്ടിൽ ആരെങ്കിലും വന്നാ ഇങ്ങനെയാണോ പെരുമാറുന്നത്? യോ, എനിക്ക് കല്യാണം വേണ്ടെന്ന്. അയ്യോ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ ഇത്രയും നല്ലൊരു ആലോചന ഉണ്ടാക്കിയത്. കുഞ്ഞു ചെല്ല്. ഞാനായിരുന്നെങ്കിൽ ഓടി ചെല്ലുമായിരുന്നു. ഇപ്പൊ വേണ്ട, സമയാവുമ്പോ പറയാം. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. മോള് ചെല്ല്, ഞാനും കൂടെ വരാം. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. No please, I will take. എന്താ പേര്? കവിതാ ഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ, അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? ഓഫ് കോഴ്സ്, താങ്ക് യു. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട. അത് പോട്ടെ, പാടാനറിയോ? ഡാൻസ് അറിയാം? കുറച്ചൊക്കെ അറിയാം. പിക്കുണ്ടല്ലേ? നല്ല പിക്കുണ്ട്.
എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല. ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ് പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? വിക്കി ആണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. ഐജോട് പറയാം, ഉടനെ മാറ്റണം കേട്ടോ. എസ് ഇടിക്കുള്ള സാറ് എന്റെ ഒരു ഫ്രണ്ടാണ്. ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏകാംഗ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. ഞാനാണ് ഏകാംഗം. വരട്ടെ സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ നോ 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 നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക. ഇരിക്കെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ ഒന്നും വേണ്ട. മിസ്റ്റർ പ്രഫുല്ലകുമാർ IAS. അതെ, പേര് കൊള്ളാം. സാറൊന്ന് എഴുന്നേറ്റേ. പണ്ട് പാലക്കാട് കൽപ്പാത്തി വെച്ച് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ സാർ കല്യാണം കഴിച്ചില്ലേ? അത് കൽപ്പാത്തിയല്ലേ സാർ, ആലത്തൂര. ആലത്തൂര്. അന്ന് എന്തായിരുന്നു സാറിന്റെ പേര്? ഹരിഹരയ്യർ. തൊഴിൽ? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഏത് വർഷത്തിലായിരുന്നു കല്യാണം? 1975 ഡിസംബർ 30 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയോ? അല്ല, വെള്ളിയാഴ്ച. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാർ. അവള് രക്ഷപ്പെട്ടു. ഇപ്പൊ ജർമ്മനിയില സുഖ ജീവിതമാ. ഓഹോ, കോട്ടയത്ത് നിന്ന് സാറ് കല്യാണം കഴിച്ചില്ലേ? അത് പ്രോപ്പർ കോട്ടയല്ല, പരിപ്പില. പരിപ്പ് കേസിലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാ. എല്ലാത്തിനും സമയം നന്നാവണ്ടേ. അന്നാരായിരുന്നു? അന്ന് ആരായിരുന്നു? സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു കുരുവിള, MBBS, MD, FRCS, ലണ്ടൻ. അപ്പൊ മലപ്പുറത്തടുത്ത് മഞ്ചേരിൽ നീട്ടിയ വേഷം എന്തുവാടാ? സാറിന്റെ ഒരു ഓർമ്മശക്തി. അറബിയുടെ, സാക്ഷാൽ അറബിയുടെ ഷേഖ് അബ്ദുൽ ജമാലുദ്ദീൻ, ജലാലുദ്ദീൻ, നാസറുദ്ദീൻ, ബദറുദ്ദീൻ ഷാ. ആ പെങ്കൊച്ചിന്റെ പേരെന്തുവാടാ? ഫൗസിയ. ഫൗസിയ. ഒരു മണിയറക്കള്ളൻ നാടൊട്ടുക്ക് നടന്ന് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് തെരുവിലാക്കലാ നിന്റെ പണി. വന്നെ കഴിവുറാ മോനെ, സത്യം പറഞ്ഞോണം. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂമ്പിടിക്കാൻ പാട്ടും. എവരുടെ കവിത? എനിക്കറിയില്ല.
സത്യം പറഞ്ഞില്ലെങ്കിൽ ഈർക്കിലി ഈർക്കിലി. അയ്യോ, സത്യമായിട്ടും അവരെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല. അറിയാലോ എന്നെ. അറിയാവേ, സാറിന് എന്നെയും എനിക്ക് സാറിനെയും വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഇതുവരെ സാറിനോട് നുണ പറഞ്ഞിട്ടില്ല. ഈ പ്രഫുല്ലകുമാർ കളവ് പറയില്ല. അയ്യോ, കഴിവുറാ മോനെ. തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല സാർ. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ വിശ്വസിക്കണം സാർ. സാർ സാർ എന്നെ വിശ്വസിക്കണം സാർ. ഞാനല്ല സാർ. എന്നെ രക്ഷിക്കണം സാർ. സാർ ഞാനല്ല സാർ.